ഹണിമൂണിന് പോയ സമയത്ത് ശ്രുതിയെ തട്ടിക്കൊണ്ടു പോയ കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് അഞ്ജലി പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെക്കൂടെ സങ്കടത്തിലായിരിക്കും മുത്തശ്ശി നിൽക്കുന്നത്. മുത്തശ്ശിയാണെങ്കിൽ എല്ലാവരോടായി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടത് നിങ്ങളൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. എന്നാ ഇപ്പൊ നടന്നതെല്ലാം ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നാ. മുത്തശ്ശി വെറുതെ സങ്കടപ്പെടല്ലേ, ഞങ്ങൾക്കാർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തായാലും എത്രയും വേഗം ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്തും. കുഞ്ഞ, അവന്മാരെയൊന്നും വെറുതെ വിടരുത് എന്ന് അഞ്ജലി കുഞ്ഞിന്റെ അടുത്ത് പറയാ. അല്ല ശ്യാമേട്ടാ, അവർക്ക് നല്ല ശിക്ഷ കൊടുക്കണ്ടേ? ശ്യാമാണെങ്കിലും തല ഇങ്ങനെ ആട്ടി പറയുന്നുണ്ട്. അതെ അതെ, നല്ല ശിക്ഷ കൊടുക്കണം. എന്നാ ശ്യാമാണിതിന് പിന്നിലെന്നറിഞ്ഞാല് എന്തായാലും കിട്ടാൻ പോകുന്നത് ശ്യാമിനായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെയും അശ്വിനെയോ ആയിരിക്കും. അശ്വിനാണെങ്കിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമായിരിക്കും. 2 ദിവസം മാറി നിൽക്കുകയല്ലായിരുന്നു, അതുകൊണ്ട് ഒരുപാട് വർക്കൊക്കെ ഉണ്ടായിരിക്കും. എന്നാ ശ്രുതിക്ക് ഒരുപാട് കോള് വന്നിരിക്കും. ശ്രുതി പോകുമ്പോ ഫോൺ മറന്നു വെച്ചിട്ടായിരിക്കും പോയിരിക്കുക. എത്ര കോളാ വന്നിരിക്കുന്നേ? ഇതൊക്കെ കസ്റ്റമേഴ്സാ. എന്തായാലും നിങ്ങളുടെ കടം 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വീട്ടാൻ പറ്റുമെന്ന് തന്നെയാ തോന്നുന്നേ. ഒന്ന് തിരിച്ചു വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് അശ്വിന്റെ മുൻപിൽ വലിയ ആളാവാനായിട്ട് അങ്ങോട്ട് വിളിക്കുക. വിളിക്കുന്ന സമയത്ത് അത് ബാങ്കിൽ നിന്നായിരിക്കും. മാഡം, മാഡത്തിന് എമർജൻസി ലോൺ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി. ഇത് കേട്ടിട്ട് അശ്വിനങ്ങ് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതെ, ഒരാൾ അങ്ങനെയാണെന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും കൂടെ വിളിക്കട്ടെ, അത് ചിലപ്പോ കസ്റ്റമർ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുകയാണ് ശ്രുതി. അതും കസ്റ്റമർ ആയിരിക്കില്ല. ഇതൊക്കെ കണ്ട് അശ്വിന് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഓ, ചിരിക്കൊന്നും വേണ്ട, കട ഞാനേ ലോൺ എടുത്താണെങ്കിലും വീട്ടിക്കോളാം. ലോൺ എടുക്കണമെങ്കിലേ എത്ര രൂപ നീ പലിശ തിരിച്ചടക്കേണ്ടി വരും? നിന്റെ അടുത്ത് ഞാൻ ആവശ്യപ്പെട്ടോ ആ പൈസ എനിക്ക് തിരിച്ചു വേണോന്ന്? നിന്റെ നിർബന്ധമല്ലേ? എന്തായാലും ആ കട ഞാൻ വീട്ടിയിരിക്കും എന്ന് ശ്രുതി പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മിണ്ടാതെ അശ്വിന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക. അതിനുശേഷം അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട്, അശ്വിൻ സാറേ, താങ്ക് യു. എന്തിന്? അല്ല, എന്നെ രക്ഷിക്കാൻ വന്നതിന്. ഓ, അത് സാരമില്ല. നീയെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന സമയത്ത് എന്നെ പുറത്തെടുക്കാനായിട്ട് എന്നെ സഹായിച്ചതല്ലേ, അതുകൊണ്ട് ഇത് അതിലോട്ട് ഞാൻ കൂട്ടിക്കോളാം. ഇതും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ. ഇത് കേട്ടിട്ടാണെങ്കിൽ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി കട്ടിലിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പറയുന്നുണ്ട്, ഇത് എന്ത് മനുഷ്യനാ, എല്ലാം ബിസിനസ് മൈൻഡോട് കൂടി തന്നെയാ കാണുള്ളൂ. അന്ന് ഞാൻ ചെയ്തതിനെ പ്രതിഫലമായിട്ട് ഇത് കണ്ടോളാ എന്ന്. ഹോ, ഒരു നന്ദി പറഞ്ഞ അതിനൊരു മര്യാദയ്ക്ക് എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ അശ്വിനെ കുറിച്ച് കുറ്റം പറയുമായിരിക്കും. പെട്ടെന്ന് തിരിയാൻ നേരത്ത് അശ്വിൻ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അശ്വിൻ അവിടെ തന്നെ നിന്ന് ശ്രുതി പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. ദേഷ്യത്തോടു കൂടി നോക്കി അശ്വിൻ അവിടുന്ന് വീണ്ടും പോകുന്നുണ്ട്. ഓ, കേട്ടെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇപ്പൊ കേട്ടാലെന്താ, അങ്ങനെ കേട്ടിട്ടെങ്കിലും സ്വഭാവം ഒന്ന് മാറ്റട്ടെ. പിന്നീടാണെങ്കിൽ ആകാശ് റൂമിൽ ഇരിക്കുമായിരിക്കും. ആകാശ് ഇങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുമായിരിക്കും. ഹണിമൂൺ ട്രിപ്പിന് പോയ സമയത്ത് പ്രീതി കൊക്കയിലോട്ട് എടുത്ത് ചാടൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു ആകാശിനെ. പറഞ്ഞിരുന്നത്, ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാല് ഞാൻ 2 കാര്യം പറയും, അതിലേതെങ്കിലും ഒന്ന് ആകാശ് സാർ തെരഞ്ഞെടുക്കണം. അതെനിക്ക് വാക്ക് തരണം, അത് തെരഞ്ഞെടുക്കൂ എന്ന്. അങ്ങനെ വാക്കെല്ലാം കൊടുത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ആകാശ് ഇങ്ങനെ സങ്കടത്തോടു കൂടി ആലോചിക്കുക. അങ്ങോട്ടേക്ക് പ്രീതി വരുന്നുണ്ട്. പ്രീതി ഡോറെല്ലാം ലോക്ക് ചെയ്ത് ആകാശിന്റെ അടുത്ത് വരുന്നു. അവിടെ ഇരിക്കുന്ന 2 ലെറ്റേഴ്സ് എടുക്കുന്നുണ്ട്. 2ഉം ആകാശ് നേരെ നീട്ടുവാണ്. ഇത് കാണുമ്പോൾ തന്നെ ആകാശിന് എന്തോ സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. ഇനി എന്താണ് ആ 2 കാര്യം എന്നറിയാതെ ആകെ കൂടെ ടെൻഷനിലായിരിക്കും ആകാശ്. ഇത് 2 നീട്ടുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പ്രീതി, നീ എന്താ കാണിക്കുന്നേ? ഇത് ഒന്ന് എൻ്റെ അപ്പോയിൻമെന്റ് ലെറ്ററാ, ഒന്ന് നമ്മുടെ ഡിവോഴ്സ് നോട്ടീസാ. ഇത് കേൾക്കുന്നതും അവിടുന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് ആകാശ്. നീ എന്ത് കണ്ടിട്ടാ, നീ എന്തൊക്കെയാ കാണിക്കുന്നേ എന്നും പറഞ്ഞ് 2ഉം എടുത്ത് അങ്ങ് എറിയുന്നുണ്ട്. ആകാശ് സാർ എനിക്ക് വാക്ക് തന്നതാ, നാട്ടിലോട്ട് വന്നാല് ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ആകാശ് സാറ് തെരഞ്ഞെടുക്കുമെന്ന്. എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ പറയുന്നേ? ആ സമയത്ത് ഞാൻ അങ്ങനെ വാക്ക് തന്നു എന്ന് കരുതിയിട്ട് നീ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പ്രീതി. ഡിവോഴ്സ് എന്ന കാര്യം പോലും നീ പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുക. നീ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നേ? എന്നെ കണ്ടിട്ട് നിനക്കൊരു സഹതാപം തോന്നുന്നില്ലേ? എനിക്കത് ഉള്ളോണ്ടാ ഞാനിത് ചെയ്യുന്നത്. എൻ്റെ മുൻപിൽ വെച്ച് ആകാശ് സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ പ്രീതി നിനക്ക്? ആ സ്നേഹം എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ എൻ്റെ അപ്പോയിൻമെന്റ് ലെറ്ററും അതുപോലെ ഡിവോഴ്സ് ലെറ്ററും ഒരുമിച്ച് തന്നത്. അതല്ലെങ്കിൽ ഞാൻ വെറും ഡിവോഴ്സ് ലെറ്റർ മാത്രമേ ആകാശ് സാറിന് തരുമായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ആകാശ് സാറിന് വിട്ടുപിരിയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം.
അതുകൊണ്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. എനിക്ക് ജോലി അബ്രോഡാ. അതുകൊണ്ട് ഞാൻ 2 വർഷം അവിടെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ആകാശ് സാറിന് മാറ്റം വരണം. അത്രയും നാള് ഞാൻ മാറി നിന്നാല് എന്തായാലും ആകാശ് സാർ എന്നെ മറക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എനിക്ക് ഈ തീരുമാനത്തിനോട് മുന്നോട്ട് പോകാനേ പറ്റൂ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു കാര്യം ആകാശ് സാർ തെരഞ്ഞെടുക്കണം. പ്രീതി, നീ ഡിവോഴ്സ് നോട്ടീസ് ഒന്നും പറയല്ലേ. ഇതൊന്നും എനിക്ക് കേൾക്കാൻ വയ്യ. നീ ഇനി ഏത് കാണാമറയത്ത് പോയി എത്ര കാലം ജീവിച്ചാലും നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പറ്റില്ല. നീ തന്നെയായിരിക്കും എൻ്റെ ഭാര്യ. അത് നീ മനസ്സിലാക്കിക്കോ. കാണാമറയത്ത് പോയാ ഞാൻ നിന്നെ മറക്കുമെന്നായിരിക്കും നിന്റെ വിചാരം. നീ അത് കരുതണ്ട. നീ എവിടെ പോയാലും നീ വരുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കും. ഇതും പറഞ്ഞ് സങ്കടത്തോടു കൂടി ആകാശ് അവിടെ നിന്ന് പോവാ. പിന്നീടായിട്ട് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മുത്തശ്ശി പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഭക്ഷണം കഴിച്ചില്ലേ? നിനക്കൂടി ഇരിക്കായിരുന്നില്ലേ? വേണ്ട മുത്തശ്ശി, എനിക്ക് വിശപ്പില്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് കഴിച്ചോളാം. മുത്തശ്ശി, എനിക്കൊരു കാര്യം എല്ലാവരോടായി പറയാനുണ്ടായിരുന്നു. എന്താ പ്രീതി, എന്താ കാര്യം? എനിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട്. എനിക്ക് ജോലി സിംഗപ്പൂരാ കിട്ടിയിരിക്കുന്നത്. എത്രയും വേഗം എനിക്ക് ജോലിയിൽ കയറണം മുത്തശ്ശി. ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി? ചേച്ചി എന്താ പറയുന്നേ? ഇവിടുന്ന് വിട്ടു നിൽക്കാനോ? എന്താ പ്രീതി മോളെ, എന്താ ഈ പറയുന്നേ? മോൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോണ്ടെന്നൊന്നും പറയില്ല. എന്നാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയിട്ടില്ല. അതിനു മുൻപേ നീ പിരിയാന്ന് കേട്ടാ എന്തായാലും അത് ആകാശിന് സഹിക്കാൻ പറ്റില്ല. അതുകൂടെ മനസ്സിലാക്കണ്ടേ? അവന്റെ മാനസികാവസ്ഥ കൂടെ നീ ഒന്ന് മനസ്സിലാക്കും മോളെ. അതെന്തായാലും പറ്റില്ല മുത്തശ്ശി. എനിക്ക് ഈ ജോലിക്ക് കയറിയേ പറ്റൂ. മോൾക്ക് ഇനി സ്വന്തമായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താ വേണ്ടേച്ചാ ഈ മുത്തശ്ശി ചെയ്തു തരാം. സ്വന്തമായിട്ട് മോളൊരു ബിസിനസ് തുടങ്ങ്. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അതല്ല മുത്തശ്ശി, എനിക്ക് ജോലി ചെയ്യണം. ജോലി ചെയ്ത് എനിക്ക് ശമ്പളം വാങ്ങണമെന്ന ആഗ്രഹം. അതെനിക്ക് നിങ്ങൾ നടത്തി തരണം. മോളെ, ഞാൻ പറയുന്നത് മുത്തശ്ശി, ഇതെന്റെ ആഗ്രഹ. അതുകൊണ്ടാ പറയുന്നേ. ഇത് കേട്ട് മനോരമയ്ക്കും ശ്യാമിനും ഒരുപാടങ്ങ് സന്തോഷാവുന്നുണ്ട്. ഇങ്ങനെ പോയാല് ഉറപ്പായിട്ടും അവള് ആകാശിനെ വിട്ട് എന്നേക്കുമായിട്ട് പോവും എന്ന് മനോരമയും ശ്യാമും കരുതുന്നുണ്ട്. ശ്യാമാണെങ്കില് ഇതൊക്കെ കേട്ട് പറയുന്നുണ്ട്, അതിനിപ്പോ എന്താ, ജോലിക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ? പ്രീതിയുടെ ആഗ്രഹം അതാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നല്ലേ നല്ലത് എന്ന് ശ്യാം പറയുന്ന സമയത്ത് ഇടയ്ക്ക് കയറി ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ചേച്ചി, ഞാൻ പറയുന്ന കേൾക്ക്. ചേച്ചി എങ്ങോട്ടും പോകണ്ട. ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്താൽ മതി. അല്ല മോളെ, എനിക്ക് ഈ ജോലിക്ക് പോകണം. അഞ്ജലിയും പറഞ്ഞു നോക്കുന്നുണ്ട്, മോളെ പ്രീതി, ഇത് വേണോ? നിനക്കിനി ജോലി വേണമെങ്കിൽ തന്നെ അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്താൽ പോരെ. ഇത് ആകാശിന് ഒരുപാട് സങ്കടാവും. അതുകൊണ്ടാ പറയുന്നേ. ഇത് കേട്ട് അശ്വിനും പറയുന്നുണ്ട്, ഇത് വേണ്ടാന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം. ആകാശിനെ വിട്ട് എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി എന്ന് എല്ലാവരും പറയുന്നു. അതല്ല, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് നടത്തിയെടുക്കണം. അതിന് എനിക്ക് ഈ ജോലി കൂടിയേ പറ്റൂ. എത്ര പേര് ഭാര്യയും ഭർത്താവും അകന്നു നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇതുപോലെ തന്നെയല്ലേ ജീവിക്കുന്നത്. ഇത് കേട്ട് മോഹനൻ പറയുന്നുണ്ട്, മോളെ, അത് പിന്നെ അവരുടെ സാഹചര്യമാണ് എന്ന് കരുതി മോൾക്ക് ഇവിടെ എന്തിന്റെ കുറവായുള്ളത്? നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുന്നതല്ലേ നല്ലത്. മോളിങ്ങനെ രണ്ട് സ്ഥലത്ത് ജീവിക്കുമ്പോൾ അത് ഒരുപാട് വിഷമം ഞങ്ങൾക്കുണ്ടാക്കും. അതുകൊണ്ട് ഈ തീരുമാനം ശരിയല്ല എന്ന് തന്നെയാ എനിക്കും തോന്നുന്നേ. അങ്ങനെ എല്ലാവരും ഇതിനോട് വിയോജിപ്പായിരിക്കും. എന്നാ പ്രീതി ഉറച്ചു തീരുമാനം എടുക്കുന്നുണ്ട്. നിങ്ങൾ അഭിപ്രായമൊക്കെ പലതായിരിക്കും. എന്നാലും എനിക്ക് ഈ ജോലിക്ക് പോയേ പറ്റൂ. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഈ ജോലിക്ക് വിടണം എന്ന് തൊഴുകയോടുകൂടി പ്രീതി പറയുന്നുണ്ട്. ഇത് കേട്ട് ആകാശിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ആകാശേ നീയൊന്നും പറയാത്തെ? അത് അവളുടെ ആഗ്രഹമല്ലേ. അതുകൊണ്ട് അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞാലും അവൾ കേൾക്കാൻ പോകുന്നില്ല. അവളിഷ്ടം പോലെ എന്ത് വേണേ ചെയ്യട്ടെ എന്ന് ആകാശ് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട്, ഇപ്പം എന്താ കുഴപ്പം? എല്ലാവരും ചിന്തിച്ചത് അവൻ ഇഷ്ടമില്ലാത്തോണ്ടാണെന്നല്ലേ. ഇതിപ്പോ അവൻ ഇഷ്ടക്കേടൊന്നുമില്ല. അതുകൊണ്ട് അവളെ ജോലിക്ക് പോട്ടെ, അവിടെ പോയിട്ടെ നല്ല നിലയിലെത്തട്ടെ എന്നൊക്കെ മനോരമ പറയുന്നുണ്ട്. ആകാശാണെങ്കിൽ അവിടുന്ന് ദേഷ്യപ്പെട്ട് എണീറ്റ് പോവാ. ഇതൊക്കെ കണ്ട് ശ്രുതിക്കും അശ്വിനും മുത്തശ്ശിക്കും അഞ്ജലിക്കൊക്കെ ഒരുപാട് സങ്കടാവുന്നുണ്ട്. എന്നാ സന്തോഷത്തില് ഇരിക്കുന്നത് ശ്യാമും മനോരമയായിരിക്കും. നാളെ അടിപൊളിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.